ഞാൻ ഇവിടെ എടുക്കുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറാണ്. തിയറം എന്താണെന്ന് വെച്ചാൽ ഇഫ് എഫ് ഈസ് എ സി ഡാഷ് മാപ്പിംഗ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് ഇ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ആർ എൻ പ്ലസ് എം mapping to Rn, there exists f of a comma b equal to 0 for some a comma b element e. Put a is equal to f dash of a comma b and assume that ax is invertible. Then there exists an open set u contained in Rn plus m and w contained in Rm with a comma b element u and b element w having the following property. For all y element w corresponds a unique x, there exists x comma y element u and f of x comma y is equal to 0. If this x is defined to be g of y, then g is c dash mapping of w to Rn. G of b is equal to a and f of g of y comma y is equal to 0 for y element w and g dash of b is equal to minus ax whole inverse ay. അപ്പോൾ എന്താ തിയറം പറഞ്ഞത്? എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഡിഫൈൻ ചെയ്ത് തന്നത് എന്താ പറയുക, മാപ്പിംഗ് ഓഫ് എൻ ഓപ്പൺ സെറ്റ് ഇ പറഞ്ഞ ഓപ്പൺ സെറ്റിലാണ്. ഇ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ആർ എൻ പ്ലസ് എം ടു ആർ എന്നാണ് ഡിഫൈൻ ചെയ്ത് തന്നത്. ദെൻ ദർ എക്സിസ്റ്റ് എഫ് ഓഫ് എ കോമ ബി. അപ്പോൾ നമുക്ക് എ കോമ ബി പറയുന്ന എലമെൻറ്റ്സ് ഈ പറഞ്ഞ ഓപ്പൺ സെറ്റിൽ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ദർ എക്സിസ്റ്റ് എഫ് ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു 0 ഫോർ സം എ കോമ ബി എലമെൻറ്റ് ഇ. ഇനി എഫ് ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ക്യാപിറ്റൽ എ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എ കോമ ബി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ അസ്യൂം ദാറ്റ് എ എക്സ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ് യു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓപ്പൺ സെറ്റ് യു കണ്ടെയ്ൻഡ് ഇൻ ആർ എൻ പ്ലസ് എമ്മും ഡബ്ല്യു കണ്ടെയ്ൻഡ് ഇൻ ആർ എം പറഞ്ഞ് രണ്ട് ഓപ്പൺ സെറ്റ് കിട്ടും. വിത്ത് എ കോമ ബി പറയുന്ന എലമെൻറ്റ് യുവും ബി എലമെൻറ്റ് ഡബ്ല്യു ആയിരിക്കും. ഹാവിങ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി. വൈ എലമെൻറ്റ് ഡബ്ല്യു, അപ്പോൾ ബിക്ക് വരെ നമ്മൾ വൈ എന്ന് എടുക്കണം. വൈ എലമെൻറ്റ് ഡബ്ല്യു കറസ്പോണ്ട്സ് എ യുണീക്ക് എക്സ്. ദർ എക്സിസ്റ്റ് എക്സ് കോമ വൈ. എക്സ് കോമ വൈ എന്നുള്ളത് നമ്മുടെ യുവിലെ എലമെൻറ്റ്സ് ആയിരിക്കും. അതുപോലെ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. ഇഫ് ദിസ് എക്സ് ഈസ് ഡിഫൈൻഡ് ടു ബി ജി ഓഫ് വൈ. ഇനി ഇതിൽ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളതിന് എക്സിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ജി ഓഫ് വൈ എന്ന് കൊടുക്കുകയാണ്. അതുപോലെ ജി ഈസ് എ സി ഡാഷ് മാപ്പിംഗ് ഓഫ് ഡബ്ല്യു ടു ആർ എൻ. അങ്ങനെയാണെങ്കിൽ ദെൻ ജി ഓഫ് ബി ഈസ് ഈക്വൽ ടു എ ആൻഡ് എഫ് ഓഫ് ജി ഓഫ് വൈ കോമ വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. ഫോർ വൈ എലമെൻറ്റ് ഡബ്ല്യു ആൻഡ് ജി ഡാഷ് ഓഫ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ എക്സ് ഇൻവേഴ്സ് എ വൈ. ഇതാണ് നമ്മുടെ തിയറം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂഫിൽ ഫസ്റ്റ് തന്നെ ഡിഫൈൻ ചെയ്യുക. എഫ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് സച്ച് ദാറ്റ് ഇ ഈസ് എ മാപ്പിംഗ് ടു ആർ എൻ പ്ലസ് 1 നമുക്ക് ഡിഫൈൻ ചെയ്തു. ദെൻ ബൈ എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് കോമ വൈ ഫോർ എക്സ് കോമ വൈ എലമെൻറ്റ് ഇ. അപ്പോൾ എന്താണ് ഈ എക്സ് കോമ വൈ എലമെൻറ്റ് ഇ. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കോമ വൈ പറയുന്ന ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് കോമ വൈ ജി ഓഫ് എക്സ് കോമ വൈ എന്ന് റീപ്ലേസ് ചെയ്യാണ് വൈനെ. എന്ന് വെച്ചാൽ ജി ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈനെ റീപ്ലേസ് ചെയ്ത് എങ്ങനെ എഴുതാം? സ്മോൾ ജി ഓഫ് എക്സ് കോമ വൈ എന്ന് ഇവിടെ റീപ്ലേസ് ചെയ്ത് എഴുതാം. അങ്ങനെയാണെങ്കിൽ ദെൻ എഫ് ഈസ് എ സി ഡാഷ് മാപ്പിംഗ് എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സിനെ ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു x1 x2 ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് x1 x2 എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ജി ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജി ഓഫ് x1 x2 എന്തായിരിക്കും? x2 ആയിരിക്കും. അതുപോലെ ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു y1 y2 ആൻഡ് ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് y1 y2 വിച്ച് ഈസ് ഈക്വൽ ടു y2. അതിന് കൺസിഡർ ജി ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ജി ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് സി ഓഫ് x1 x2 പ്ലസ് y1 y2. അതിൽ സി അകത്തേക്ക് എടുക്കുമ്പോൾ ജി ഓഫ് C1 x1 C2 x2 പ്ലസ് y1 y2 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് സി x1 y പ്ലസ് y1 സി x2 പ്ലസ് y2 എന്ന് കിട്ടും.
വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ജി ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ ഇവിടെ സി ഓഫ് എക്സ് വൺ പ്ലസ് വൈ വൺ കോമ സി എക്സ് ടു വൈ ടു എന്നുള്ളത് എന്തായിരിക്കും സി എക്സ് ടു പ്ലസ് വൈ ടു എന്ന് വരും. അപ്പോൾ ജി ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് ജി ഓഫ് എക്സും വൈ ടു എന്ന് പറയുന്നത് നമുക്ക് ജി ഓഫ് വൈയും ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് റീപ്ലേസ് ചെയ്ത് എങ്ങനെ എഴുതാം സി ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് വൈ എന്ന് കിട്ടും. വിച്ച് ദെർഫോർ ജി ഈസ് ലീനിയർ. ദെർഫോർ ദ ഡെറിവേറ്റീവ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഈസ് ട്രാൻസ്ഫോർമേഷൻ ഇറ്റ്സെൽഫ് എന്ന് കിട്ടി. ഇനി ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ബിക്കോസ് എഫ് ഈസ് ഈക്വൽ ടു എഫ് കോമ ജി നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. അപ്പോൾ എഫ് കോമ ജി എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് സി ഡാഷും ആണ്. അപ്പോൾ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സി ഡാഷ് ഓഫ് ഇ എന്ന് കിട്ടി. ഇനി ടു പ്രൂവ് എഫ് ഡാഷ് ഓഫ് എ കോമ ബി എലമെൻറ്റ് എൽ ഓഫ് ആർ എൻ പ്ലസ് വൺ ഈസ് ഇൻവേർട്ടിബിൾ ചൂസ് എച്ച് കോമ കെ എലമെൻറ്റ് ആർ എൻ പ്ലസ് എം വിത്ത് എ പ്ലസ് എച്ച് കോമ ബി പ്ലസ് കെ എലമെൻറ്റ് ഇ. Now consider f of a plus h comma b plus k minus f of a comma b is equal to h comma k f dash of a comma b plus r of h comma k. ഇതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം നോക്കി നോക്കും. ഈ എഫ് ഡാഷ് ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞ എ ആണെന്ന് നമ്മുടെ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ അതിന് നമുക്ക് റീപ്ലേസ് ചെയ്ത് എ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് കോമ കെ എ പ്ലസ് ആർ എച്ച് കോമ കെ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി അതേപോലെ തന്നെ എഫ് ഓഫ് എ പ്ലസ് എച്ച് കോമ ബി പ്ലസ് കെ f of a plus h comma b plus k minus f of a comma b is equal to f of a plus h comma b plus k comma k minus f of a comma b comma b എന്നുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് ഈ പറഞ്ഞ പോലെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം എ പ്ലസ് എച്ച് കോമ ബി പ്ലസ് കെ കോമ ബി പ്ലസ് കെ മൈനസ് എഫ് ഓഫ് എ കോമ ബി എന്നുള്ള 0 കോമ ബി എന്ന് എഴുതാം. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് എച്ച് ബി പ്ലസ് കെ മൈനസ് എഫ് ഓഫ് എ കോമ ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് ബി കോമ ബി പ്ലസ് കെ കോമ കെ മൈനസ് എ ഓഫ് അതായത് എ ഓഫ് എച്ച് കോമ കെ പ്ലസ് ആർ ഓഫ് എച്ച് കോമ കെ എന്ന് കിട്ടി. ഈസ് ഈക്വൽ ടു എ ബി കോമ കെ പ്ലസ് ആർ ബി കോമ കെ കോമ 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് ആർ ഓഫ് എച്ച് എന്ന് കിട്ടി. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എ കോമ ബി കോമ എച്ച് കോമ കെ ഈസ് ഈക്വൽ ടു എ ഓഫ് എച്ച് കോമ കെ എന്ന് കിട്ടി. അപ്പോൾ നോൺ സിംഗുലർ ആണോ എന്ന് ഇനി നമുക്ക് സിംഗുലാരിറ്റി നോൺ സിംഗുലർ ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ okay, T gamma is equal to 0, R is equal to 0 is said to be non-singularity. For T gamma is equal to T beta is equal to T gamma minus T beta. അപ്പോൾ gamma minus beta equal to 0, gamma is equal to beta വന്നു. അപ്പോൾ നമുക്ക് നോൺ സിംഗുലാരിറ്റി നമ്മൾ ചെക്ക് ചെയ്തു. therefore non singular. So we have to prove that f dash of a comma b is non singular. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഡാഷ് ഓഫ് എ കോമ ബി ഈസ് നോൺ സിംഗുലർ ആണെന്നാണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എ കോമ ബി എച്ച് കോമ കെ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എ ഓഫ് എച്ച് കോമ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും ഈക്വൽ ടു 0. അപ്പോൾ എ ഓഫ് എച്ച് കോമ കെ അപ്പോൾ എ ഓഫ് എച്ച് കോമ കെ 0 ആണെങ്കിൽ എ ഓഫ് എച്ച് കോമ കെ ഈക്വൽ ടു 0 ആണ്. അതുപോലെ കെ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എ ഓഫ് എച്ച് കോമ കെ 0 കൊണ്ട് ഇവിടെ നമുക്ക് 0 എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എ ഓഫ് എച്ച് കോമ 0 ഈസ് ഈക്വൽ ടു 0 ആൻഡ് കെ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എ ഓഫ് എച്ച് കോമ കെ ഇനി നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. എ ഓഫ് എച്ച് കോമ കെ പറയുന്നത് ഈസ് ഈക്വൽ ടു എ ഓഫ് എ എക്സ് എച്ച് പ്ലസ് എ വൈ കെ എന്ന് എഴുതാം. അതായത് എ ഓഫ് എച്ച് കോമ 0 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം എ എക്സ് എച്ച് പ്ലസ് എ വൈ 0 എന്ന് എഴുതാം. അപ്പോൾ എ എച്ച് കോമ 0 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ എക്സ് എച്ച് ഈസ് ഈക്വൽ ടു
സീറോ എന്നാണ്. ഇത് സീറോ ആയിപ്പോയി. അപ്പോൾ ഇത് ഈക്വൽ ടു സീറോ ആയിരിക്കണം. അപ്പോൾ അതായത് എ എക്സ് ഇൻവേഴ്സ് എ എക്സ് എച്ച് ഈസ് ഈക്വൽ ടു സീറോ ഇൻറ്റു എ എക്സ് ഇൻവേഴ്സ്. രണ്ട് ഭാഗത്തും എന്താ എ എക്സ് ഇൻവേഴ്സും കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അപ്പോൾ എച്ച് കോമ കെ ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അപ്പോൾ എന്തായി? എഫ് ഡാഷ് ഓഫ് എ കോമ ബി ഈസ് നോൺ സിംഗുലർ എന്ന് കിട്ടി. ഹെൻസ് ഇറ്റ് ഈസ് 1:1. എഫ് ഡാഷ് ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് ആർ എൻ പ്ലസ് എം വിത്ത് എഫ് ഡാഷ് ഈസ് 1:1. ഇറ്റ് ഫോളോസ് ദാറ്റ് എഫ് ഡാഷ് ഈസ് ഓൺ ടു. Therefore എഫ് ഡാഷ് ഓഫ് എ കോമ ബി ഈസ് invertible. Hence, from the part A of inverse function theorem, there exists an open set U and V, which is a subset of Rn plus 1, such that A comma B element U and f of A comma B element V, and f is 1:1. From U to V, f of A comma B element V implies small f of A comma B, which is equal to A comma B element B. Let W is equal to set of all y element R raised to m 0, y element V. Therefore V is open. V പറയുന്ന സെറ്റ് എന്താണ്? ഓപ്പൺ ആണ്. W is also open. V ഓപ്പൺ ആണ്. അത് ഇംപ്ലൈ ചെയ്യുന്നത് W is also open. അപ്പോൾ A, B എലമെൻറ്റ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B എലമെൻറ്റ് W എന്ന് എടുക്കാം. V is open. Therefore an open ball center at 0, y0 and radius r. That is B of 0, y0, r is a subset of V. Let y element be of y0, r. അതായത് modulus of y minus y0 is less than r. Consider modulus of 0, y0 minus 0, y less than r implies 0, y element V. Therefore y element W. Hence y element B y0, r less than or equal to W. There exists y element W, 0, y element V, and f is a function from U to V, and on to there exists an unique x, y element V. There exists f of x, y is equal to 0. f of x, y is equal to small f of x, y is equal to y. അപ്പോൾ small f of x, y equal to എന്തായി? 0 ആയി. f of x, y is equal to 0, y ആണ്. Capital F of x, y is equal to small f of x, y ആണ്. y means g of x, y അതിനെ റീപ്ലേസ് ചെയ്താണ്. അപ്പോൾ നമുക്ക് ഈ സ്മോൾ എഫ് ഓഫ് എക്സ്, വൈ ഈസ് ഈക്വൽ ടു എന്തായി? 0 ആയി കിട്ടി. Therefore for each y element W there exists a unique x element r raised to n. There exists x, y element V with capital F of x, y is equal to 0. If this x is denoted by g of y, then for each y element W there exists a unique g of y element r raised to n. There exists f of g of y, y is equal to 0. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. Clearly, G varana is a function from W to Rn, F is a function from U to V, is invertible. There exists a function. G is a function from W to Rn. Because F is a function from U to V is invertible. There exists a function capital G from V to 0, which is the inverse of F. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? ഇൻവേഴ്സ് ഓഫ് എഫ് ആണ്. അപ്പോൾ therefore there exists y element W, f of g of y, y is equal to 0. f of g of y, y is equal to small f of g of y, y. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് ജി ഓഫ് വൈ, വൈ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0, വൈ എന്ന് വന്നു. അതിങ്ങനെ ജി ഓഫ് വൈനെ റീപ്ലേസ് ചെയ്ത് 0 ആകും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് വൈ, വൈ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് 0, വൈ എന്ന് കിട്ടി. അപ്പോൾ ജി ഓഫ് വൈ, വൈ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഓഫ് 0, വൈ. ഇതാണ് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ. Because g element c dash from fourth equation and small g element c dash. We have capital F of A, B is equal to small f of A, B, B.
സ്മോൾ എഫ് ഓഫ് എ കോമ ബി പറയുന്നത് എന്താ 0, ബി. എഫ് ഡാഷ് ഓഫ് എഫ് ഓഫ് എ കോമ ബി ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ഇതെങ്ങനെ എഴുതാം 0, ബി എന്ന് എഴുതി. അപ്പോൾ എ കോമ എച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് 0, ബി. അപ്പോൾ എ കോമ ബി ഈസ് ഈക്വൽ ടു സ്മോൾ ജി ഓഫ് ബി ബി ഫ്രം ഫോർത്ത് ഇക്വേഷൻ. അപ്പോൾ ജി ഓഫ് ബി ഈസ് ഈക്വൽ ടു എന്താണ് എ അല്ലേ, ജി ഓഫ് ബി ഈസ് ഈക്വൽ ടു എ ആയി. അപ്പോൾ ഫോർ വൈ എലമെൻറ്റ് ഡബ്ല്യു ഡിഫൈൻ ഫൈ ഓഫ് വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് വൈ വൈ ആൻഡ് ഡബ്ല്യു ഈസ് എ മാപ്പിംഗ് ടു ആർ എൻ പ്ലസ് എം. അപ്പോൾ എഫ് ഓഫ് ഫൈ f of phi of y is equal to small f of g of y comma y, which is equal to f of g of y comma y comma y അല്ലേ. ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ എഫ് ഓഫ് ഫൈ ഓഫ് വൈ ഈസ് ഈക്വൽ ടു എന്തായി എ വൈ ഈസ് ഈക്വൽ ടു 0, y. f of phi of y is equal to 0, y, which is that is f of phi of y is equal to 0. അപ്പോൾ ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ എഫ് ഡാഷ് ഓഫ് ഫൈ ഓഫ് വൈ ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു ഫോർ ഓൾ വൈ എലമെൻറ്റ് ഡബ്ല്യു ബിക്കോസ് ബി എലമെൻറ്റ് ഡബ്ല്യു ആൻഡ് എഫ് ഡാഷ് ഓഫ് ഫൈ ഓഫ് ബി ഇൻറ്റു ഫൈ ഓഫ് ബി ഈസ് ഈക്വൽ ടു 0. എഫ് ഡാഷ് ഓഫ് ജി ഓഫ് ബി ബി ജി ഡാഷ് ഓഫ് ബി ഐ ഈസ് ഈക്വൽ ടു 0. എഫ് ഡാഷ് ഓഫ് എ ബി ജി ഡാഷ് ഓഫ് ബി ഐ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എ ഇൻറ്റു ജി ഡാഷ് ഓഫ് ബി ഐ ഈസ് ഈക്വൽ ടു 0 നമ്മുടെ ഫിഫ്ത്ത് ഇക്വേഷൻ. അപ്പോൾ എ ഓഫ് ജി ഡാഷ് ഓഫ് ബി ഐ ഇൻറ്റു കെ എന്തായി 0 ഇൻറ്റു കെ ആവും. അപ്പോൾ എന്തായി ഈക്വൽ ടു 0 ഫോർ ഓൾ കെ എലമെൻറ്റ് ആർ എം. അപ്പോൾ എ ഓഫ് ജി ഡാഷ് ഓഫ് ബി കെ കെ പറയുന്നതും എന്താണ് ഈക്വൽ ടു 0. അപ്പോൾ എ എക്സ് ജി ഡാഷ് ഓഫ് ബി കെ പ്ലസ് എ വൈ കെ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എ എക്സ് ജി ഡാഷ് ഓഫ് ബി ഓഫ് കെ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ വൈ കെ എന്ന് കിട്ടി. അപ്പോൾ എ എക്സ് ഇൻവേഴ്സ് എ എക്സ് ജി ഡാഷ് ഓഫ് അതെന്താണ് രണ്ട് ഭാഗത്തും നമ്മൾ എ എക്സ് ഇൻവേഴ്സും കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എ എക്സ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ എ എക്സ് പോവും. എ എക്സ് ഇൻവേഴ്സ് എ എക്സ് ജി ഡാഷ് ഓഫ് ബി കെ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ എക്സ് ഇൻവേഴ്സ് എ വൈ കെ എന്ന് കിട്ടി. അപ്പോൾ ജി ഡാഷ് ഓഫ് ബി ഈസ് ഈക്വൽ ടു എ എക്സ് ഇൻവേഴ്സ് എ വൈ എന്ന് കിട്ടി. ഹെൻസ് ദ പ്രൂഫ്.